പ്രൈസ് ലോർഡ്. നമുക്ക് സദൃശവാക്യം 16 അധ്യായം 7 വാക്യം വായിക്കാം. ഒരുത്തൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. ദൈവമക്കളെ, ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായ ശലോമോൻ, ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് എഴുതുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമാകുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ വഴികള് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വഴികള് ദൈവത്തിന് ഇഷ്ടമാകുമ്പോൾ നമ്മുടെ ശത്രുക്കളെയും നമ്മോട് ഇണക്കുന്നു. നമുക്ക് ശത്രുക്കളില്ലാതെ വരുന്നു. അതാണ്, നമ്മുടെ ശത്രുക്കളെ നമ്മളോട് ഇണക്കുകയാണ്. അത് ജ്ഞാനിയായ ശലോമോൻ ദൈവികമായ ജ്ഞാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആ കൃപയാൽ അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തിന്റെ വഴികളിൽ നടന്ന് അവന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ അവൻ എന്തു ചെയ്യും? നമ്മുടെ ശത്രുക്കളെ നമുക്ക് അനുകൂലമാക്കും. നമ്മുടെ ശത്രുക്കളെ നമുക്ക് അനുകൂലമാക്കുന്ന ദൈവമാണ്. ആര് നമ്മെ മറന്നു കളഞ്ഞാലും നമ്മെ മറക്കാത്ത ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ശലോമോൻ തന്റെ ജീവിത അനുഭവത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശലോമോൻ നമ്മോട് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ എന്താണ് അത് ഉറപ്പിച്ചു പറയുകയാണ്. നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. അവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കൽപ്പനകൾ അനുസരിച്ച് അവന് ദൈവത്തിന് സന്തോഷപ്രദമായ രീതിയിൽ അവൻ നടക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് ശലോമോൻ തന്റെ സദൃശവാക്യത്തില് അവൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തെ ഊന്നരുത്, നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുക. അവൻ നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ ഉടമസ്ഥനാണ്. അഖിലാണ്ടത്തെ ഒറ്റ വാക്കിനാൽ ഉളവാക്കിയ യഹോവയെ നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുക. മർക്കോസിന്റെ സുവിശേഷത്തില് നമ്മുടെ യേശുവിനെ ആരാധിക്കേണ്ട കാര്യം പറയുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ നാം ദൈവത്തെ ആരാധിക്കണം. പൂർണ്ണ ശക്തിയോടെ നാം ദൈവത്തെ ആരാധിക്കണം. ഇവിടെ ദൈവം പറയുകയാണ്, ശലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഊന്നരുത്. നമുക്ക് നമ്മുടെ ബുദ്ധി ഈ ലോകത്തിന്റെ ബുദ്ധിയായി നോക്കുമ്പോൾ വളരെ തുച്ഛമാണ്. നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവം തമ്പുരാൻ നമ്മുടെ പാതകളെ നിരപ്പാക്കുന്ന, നേരെയാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയ ദൈവം, സമുദ്രത്തെ സൃഷ്ടിച്ച ദൈവം, ആകാശത്തെ വിരിക്കുകയും ഹല്ലേലൂയ മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത സർവശക്തനായ നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവനിൽ ആശ്രയിക്കണം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? റോമാലേഖനത്തില് 8 അധ്യായം 31 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനായ ദൈവം നമുക്ക് അനുകൂലമാണ്. അങ്ങനെയുള്ള ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? ആർക്കും നമുക്ക് പ്രതികൂലമായി നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. സകല ജനത്തിനു മേലും ജീവൻ കൊടുക്കുകയും ജീവൻ എടുക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? ആരും നമുക്ക് പ്രതികൂലം, ആർക്കും നമുക്ക് പ്രതികൂലം ആയിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കില്ല. അവന് മുമ്പിൽ നിൽക്കുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് ഹല്ലേലൂയ മാറത്ത് പൊൻകച്ച കെട്ടിയവനായ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവമേ, എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആർക്കാണ് കഴിയുന്നത്? മോശ യഹോവയോട്
പിതാവായ ദൈവത്തിനോടുകൂടെ സീനായ് മലയിൽ താമസിച്ചിട്ട് അവൻ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇസ്രായേൽ മക്കൾക്ക് കഴിഞ്ഞില്ല. കാരണം ദൈവത്തോടു കൂടി വാസം ചെയ്യുമ്പോൾ നമ്മുടെ തേജസ്സിന് മാറ്റം വരും, നമ്മുടെ സൗന്ദര്യത്തിന് മാറ്റം വരും, നമ്മുടെ ചിന്താഗതിക്ക് മാറ്റം വരും, എല്ലാം നമുക്ക് മാറും. അപ്പോസ്തലനായ പൗലോസ് സ്വർഗത്തിൽ പോയി ഹല്ലേലൂയ തിരിച്ചു വന്നിട്ട് അവൻ ഫിലിപ്പിയ ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, ഇതെല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം എനിക്ക് ചപ്പും ചവറുമാണ്. ഞാൻ എന്റെ യേശുവിനെ കണ്ടപ്പോൾ, അവിടുത്തെ ആരാധന കണ്ടപ്പോൾ, എന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്ക് ഞാൻ ചെന്നപ്പോൾ ഈ ലോകത്തിലുള്ളത് എല്ലാം ചപ്പും ചവറുമാണെന്ന് എണ്ണുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ട് എന്റെ യേശുവിന്റെ അടുക്കൽ ചെല്ലണം. അവിടെ മാത്രമാണ് എനിക്ക് സമാധാനം, നിത്യ സമാധാനം അവിടെയാണ്, അവിടെ എനിക്ക് പോകണം എന്ന് ആർത്തിയോടെ പറയുന്ന ആ പൗലോസിനെ നമ്മൾ കാണുകയാണ്. യോഹന്നാനും അതുപോലെയാണ് പറയുന്നത്. യോഹന്നാനും അത് കണ്ടപ്പോൾ ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ഈ ശരീരം വിട്ട് എനിക്ക് എന്റെ യേശുവിനോട് കൂടെ ചേരണം. അത്യുത്തമമായത് കണ്ടപ്പോൾ ഈ ഭൂമിയിലുള്ളത് എല്ലാം ചപ്പും ചവറുമെന്ന് ഇവരെല്ലാം എണ്ണുകയാണ്. നമുക്ക് അതിമനോഹരമായത്, അത്യുത്തമമായത് എന്റെ യേശുവിനോടുകൂടെ, എന്റെ ഉടമസ്ഥനോടുകൂടെ, എന്നെ സൃഷ്ടിച്ച ദൈവത്തോടുകൂടെ വാസം ചെയ്യുന്നത്. അത് എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്, ദൈവിക സന്തോഷം. ഹല്ലേലൂയ, ആ സന്തോഷം ദൈവം മനുഷ്യർക്ക് തരുവാനായിട്ട് സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് യേശു നമ്മോട് വാഗ്ദത്തം പറഞ്ഞത് എന്താണ്? ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, ലോകം തരുന്ന പോലെയല്ല ഞാൻ തരുന്ന സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ഭവനം ഒരുക്കി തിരിച്ചു വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളാമെന്ന് നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ് നമ്മുടെ യേശു തമ്പുരാൻ. ആ യേശു തമ്പുരാൻ നമ്മളോട് വാഗ്ദത്തം ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങൾക്ക് ശാന്തി തരാം. നമുക്ക് ഈ ലോകത്തില് ധനികന്മാർക്ക്, സമ്പന്നന്മാർക്ക് അവർക്കില്ലാത്തത് സമാധാനമാണ്. നമുക്ക് ആവശ്യം സമാധാനമാണ്. വളരെ സമ്പത്ത് നമുക്ക് ആവശ്യമില്ല. ഡെയിലി നീഡ്സിനുള്ള പണം നമുക്ക് മതി. കൂടുതൽ സമ്പത്ത് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവുമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുകയാണ്, അവന്റെ വലത്തുഭാഗത്ത് അവന്റെ വലം കൈയില് ദീർഘായുസും ഇടം കൈയില് സമ്പത്തും മാനവും ഇരിക്കുകയാണ്. ഹല്ലേലൂയ, അവന്റെ വലം കൈയിലാണ് ദീർഘായുസ് ഇരിക്കുന്നത്. ദൈവം ഹല്ലേലൂയ, ദൈവം നമുക്ക് ദീർഘായുസ് തരുന്നത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ, നമുക്കുള്ളതെല്ലാം ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്, ദീർഘായുസ് ദൈവത്തിന്റെ ദാനമാണ്, ധനം ദൈവത്തിന്റെ ദാനമാണ്, മക്കൾ ദൈവത്തിന്റെ ദാനമാണ്, നമുക്കുള്ള ജോലി ദൈവത്തിന്റെ ദാനമാണ്, എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത്, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരാര്? നിങ്ങൾ ഈ ലോകത്തിൽ നന്മ ചെയ്യുന്നവൻ ശുഷ്കാന്തിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആരാണ് ദോഷം ചെയ്യുന്നത്? നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിയെയും ഞാൻ അനുവദിക്കുകയില്ല. അങ്ങനെ നിങ്ങൾക്ക് ദോഷം ചെയ്യുവാൻ കഴിയില്ല എന്ന് അപ്പോസ്തലനായ പത്രോസ് തന്റെ ലേഖനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാൽ നമുക്ക് കിട്ടും. അവന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് യാചിച്ചാലും ദൈവം നമുക്ക് തരുമെന്നാണ് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തോട് മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചു ജയിച്ച ആ യാക്കോബിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഇസ്രായേൽ ആരാണ്? ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നമ്മളവരൊക്കെ ദൈവത്തെ ആരാധിക്കുകയും വിശ്വാസമറ്റ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കും. നമ്മൾ പുതിയ നിയമത്തിലെ ഇസ്രായേലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഇസ്രായേലിനെ ദൈവത്തോട് മനുഷ്യരോട് മല്ലുപിടിച്ച് ജയിച്ചുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറയുകയാണ്. നമ്മൾ പുതിയ നിയമ ഇസ്രായേലാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ഈ അവകാശങ്ങളെല്ലാം കിട്ടുവാൻ നമ്മൾ യോഗ്യരാണ്. അതുകൊണ്ട് നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞങ്ങൾക്ക് വരാം. 16-ാം അധ്യായം 7-ാം വാക്യം. അവന്റെ വഴികൾ ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന് പ്രസാദമുള്ള ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ
നമ്മുടെ വഴികള് ദൈവത്തിന് പ്രസാദമുള്ളതാകുന്നു. അങ്ങനെ ദൈവത്തിന് പ്രസാദമുള്ളവരാകുമ്പോൾ നമ്മുടെ ശത്രുക്കളെയും ദൈവം നമുക്ക് അനുകൂലമാക്കുകയാണ്. നമ്മുടെ ലോകത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ലോകത്തിൽ നമ്മൾ ശത്രുക്കളില്ലാത്തവരായി നന്മ ചെയ്യുവാൻ ശുഷ്കാന്തിയുള്ളവനെ നമുക്ക് ശത്രുക്കൾ എവിടെയാണ്? നമുക്ക് ആരാണ് നമുക്ക് ശത്രുക്കൾ? ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. മനുഷ്യൻ നമ്മളോട് എന്തു ചെയ്യും? ദൈവത്തിന്റെ വചനങ്ങളും വാക്തത്വമായിരിക്കാൻ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിന് പ്രസാദമുള്ളത് ദൈവത്തിന്റെ വഴികളനുസരിച്ച് അവന്റെ പാതയിൽ നാം നടക്കണം. അപ്പോൾ അവൻ നമ്മെ വേലുകെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഉള്ളംകൈയിൽ വഹിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.